പുതിയ ഡൽഹി മുഖ്യമന്ത്രി നമുക്ക് ഇന്ന് അറിയാം. നിയുക്ത MLA മാരുടെ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കേന്ദ്ര നിരീക്ഷകരായ വിനോദ് താവ്ഡെ, തരുൺ ചംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടക്കുക. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ BJP ഇത്ര ദിവസങ്ങൾ എടുക്കും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ BJP ഉജ്ജ്വല വിജയം നേടിയ ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ ഉടൻ തന്നെ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞയിലേക്ക് കടക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 11 ദിവസമായി ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. അത് രണ്ട് കാര്യങ്ങളാണ് BJP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒന്ന്, പ്രധാനമന്ത്രി അതിനിടെ നടത്തിയ വിദേശ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി ബോർഡാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ആ കാര്യം വൈകാൻ ഇത് ഇടയാക്കി. ഒപ്പം തന്നെയാണ് വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് BJP മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ വനിതാ മുഖ്യമന്ത്രി വേണോ, ഏത് വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണം, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളിൽ ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇക്കാര്യം ഇപ്പോഴും എന്നാൽ സസ്പെൻസ് പൂർണ്ണമായും തന്നെ തുടരുകയാണ്. ഇന്ന് ചേരുന്ന നിയുക്ത MLA മാരുടെ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാവുക. വൈകിട്ട് 3 മണിക്ക് സംസ്ഥാന ആസ്ഥാനത്താണ് ഈ യോഗം ചേരുന്നത്. അതേസമയം സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ രാംലീല മൈതാനത്ത് പൂർത്തിയായിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള കേന്ദ്രമന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ BJP NDA സഖ്യം ഭരിക്കുന്ന 20ഓളം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യം ഈ വേദിയിൽ ഉറപ്പാക്കുന്നുണ്ട്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാംലീല മൈതാനിയിൽ അവസാനഘട്ട സുരക്ഷാ പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.